നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ചാവിയോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. അദ്ദേഹമില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ലാമിൻ യമാലാണ് പറയുന്നത്. FC ബാഴ്സലോണ ലലീഗയിൽ മുത്തമിട്ടതിന് പിന്നാലെ അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയാണ്, ചാവി ഹെർണാണ്ടസ് ആണ് ഞങ്ങൾ യുവതാരങ്ങൾക്ക് ഡെബ്യൂ ചെയ്യാനുള്ള അവസരമുണ്ടാക്കി തന്നത്. അദ്ദേഹത്തോടാണ് നന്ദി പറയേണ്ടത്. അദ്ദേഹമില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന്. യെസ്, ചാവിക്കൊപ്പം ഓൾറെഡി ഒരു ലാലിഗ കിരീടം ചൂടിയിട്ടുണ്ടായിരുന്നു ലാമിൻ യമാൽ. പക്ഷേ അവൻ്റെ കളിയുടെ തുടക്കകാലം മാത്രമായിരുന്നു അത്. പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ സീസൺ, ഇപ്പോൾ ഈ സീസൺ അവൻ പൊളിച്ചടുക്കിയ സീസൺ. ഇപ്പോൾ അവൻ ബാഴ്സയുടെ ടീമിലെ സുപ്രധാന താരമാണ്. എന്നാലും അവൻ മറക്കുന്നില്ല തനിക്ക് അവസരം തന്ന ചാവിയെ. ചാവി ഹെർണാണ്ടസിനെ കുറിച്ച് ഇന്നലത്തെ കളിക്ക് ശേഷം ലാമിൻ യമാൽ പറഞ്ഞ വാക്കുകളിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ചാവി ഞങ്ങൾക്ക് യുവതാരങ്ങൾക്ക് ഡെബ്യൂ ചെയ്യാനുള്ള അവസരം തന്നു. അദ്ദേഹത്തോട് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ചാവിയോട് വളരെയധികം ഗ്രേറ്റ്ഫുള്ളായിട്ടുള്ള നിലയിലാണ്, വളരെയധികം നന്ദിയുള്ളവരാണ്. അദ്ദേഹമില്ലായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ ലാമിൻ യമാൽ പറയുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, അൽസദിൻ്റെ കോച്ചായിരുന്ന ചാവി ഹെർണാണ്ടസ് FC ബാഴ്സലോണ റൊണാൾഡോ കുമാനെ സാക്ക് ചെയ്ത സമയത്ത് ബാഴ്സയുടെ പരിശീലക സ്ഥാനത്തേക്ക് വന്നിട്ട് ആ സീസണിൽ മോശമല്ലാത്ത പ്രകടനം നടത്തി ലലീഗയിൽ കിരീടം ചൂടിയിരുന്നു. പക്ഷേ പോയ സീസൺ അത്ര മികച്ചതായില്ല. അതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തെ സാക്ക് ചെയ്ത് പിന്നീട് ഹൻസി ഫ്ലിക്കിനെ കൊണ്ടുവന്നത്. എന്നാലും ലാമിനെ പോലെയുള്ള യുവതാരങ്ങൾക്ക് അവസരം കൊടുത്തവർക്ക് കോൺഫിഡൻസ് കൊടുത്തതിൽ പ്രധാനപ്പെട്ട പങ്കുണ്ട് ചാവി ഹെർണാണ്ടസിന്. റാഫിഞ്ഞയ്ക്ക് തീർത്തും വ്യത്യസ്തമായ അനുഭവമാണ് ഉണ്ടായത് എന്നതും ഇതോടൊപ്പം നമ്മൾ ഓർക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.